സ്ലോ മോഷൻ ഡാൻസിലൂടെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു ജുനൈദ്. ഈയടുത്ത് ഇയാളുടെ പേരിൽ ഒരു കേസും ഉണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ജുനൈദ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. ബൈക്ക് അപകടമായിരുന്നു സംഭവിച്ചത്. എന്നാൽ ജുനൈദിന്റെ മരണത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ദുരൂഹതകൾ ഏറെയാണ്. വിവാദമായ ഒരു കേസിൽ അറസ്റ്റിലായിരുന്നിട്ടും അയാൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നു. എന്നാൽ ഈ കേസിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിന്റെ ഭാഗമായി ഒപ്പിട്ട് മടങ്ങും വഴിയാണ് ജുനൈദിന്റെ മരണം സംഭവിച്ചത്. എന്നിട്ടും ആ അപകടത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ ആരും ഇടിച്ചു കൊല്ലില്ലേ? ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. ജുനൈദ് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതായി പരാതി ലഭിച്ചിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപാണ് കൺട്രോൾ റൂമിൽ ഈ വിവരം ലഭിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഫോൺ വന്നതെന്ന് പോലും ആർക്കും അറിയില്ല. CCTV പരിശോധന നടത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാൽ അപകട സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്നതിന് CCTV തെളിവുകളില്ലെന്നാണ് സൂചന. എന്നിട്ടും അന്വേഷണത്തിലേക്ക് പോലും കടക്കാതെ ജുനൈദിന്റെ മരണം സ്വാഭാവികമാക്കി മാറ്റാനുള്ള തിരക്ക് പോലീസും കൂട്ടുന്നുണ്ട്. ആരും പരാതിയുമായി എത്തില്ലെന്നതും ഇതിന് കാരണമാണ്. റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന ജുനൈദിനെ ആദ്യം കാണുന്നത് ബസ് തൊഴിലാളികളാണ്. തലയുടെ പിൻഭാഗത്താണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹനം ഓടിക്കുന്നുവെന്ന് ജുനൈദ് അമിത സ്പീഡിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു. വൈകിട്ട് 5:30 അപകടമുണ്ടായതെന്നാണ് നിഗമനം. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു ജുനൈദിന് അപകടം പറ്റിയത്. പണം ഞങ്ങൾ തരും. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. പക്ഷേ ആരെങ്കിലും വണ്ടി തട്ടി തെറിപ്പിക്കാനും സാധ്യതയുണ്ട്. അത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്.